ബോട്ടിൽ ആർട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ട്യൂട്ടോറിയൽ വീഡിയോയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ആദ്യം വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുക്കുക. സ്പോഞ്ച് കൊണ്ട് ആയാൽ കുഴപ്പമില്ല, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ബ്രഷ് കൊണ്ടായാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ച ആ വൈറ്റ് നല്ല തിക്ക് ആയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കോട്ട് വൈറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ അടിച്ച പോലെ നല്ല ഇതുപോലെയാണെങ്കിൽ സെക്കൻഡ് കോട്ടും കൂടി വൈറ്റ് ആദ്യം അടിച്ചു കൊടുക്കണം. എന്നിട്ട് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റിലേക്ക് വിരീഡിയം ഹ്യൂ എന്ന് പറഞ്ഞ ഗ്രീൻ ചേർക്കുക. ഞാൻ ഈ കളറാണ്, ആ കളർ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുക. നിങ്ങൾക്ക് ഗ്രീനിനോട് ടച്ചുള്ള ഏത് കളർ ഇട്ടാലും കുഴപ്പമില്ല. ബോട്ടിൽ ഫുള്ളായിട്ട് ഈ ഗ്രീൻ കളർ വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യണം. ഇത് നോക്കി സർക്കിൾ ചെയ്ത ഭാഗം ബാക്കിയുള്ള ഭാഗത്തൊന്നും ഇങ്ങനെ വന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചില്ലെങ്കിൽ ആ സർക്കിൾ ചെയ്ത ഭാഗം പോലെ വരും. അത് ബ്രഷ് കൊണ്ടായാലും സ്പോഞ്ച് കൊണ്ടായാലും ഫസ്റ്റ് കോട്ട് അടിച്ചാൽ കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ സെക്കൻഡ് കോട്ട് ബ്രഷ് കൊണ്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. ചിലപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ സെക്കൻഡ് കോട്ട് ഇതുപോലെ അടിച്ച പോലെ അടിക്കേണ്ടി വരും. അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ടും അടിക്കാം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഭാഗം ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ബോട്ടിൽ മുഴുവനും ഈ കളർ കൊണ്ട് ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കാം. ഞാൻ കാണിച്ചിരുന്ന പോലെ ഫുള്ളായിട്ട് ഈ കളർ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യാം. അതിനുശേഷം പെൻസിൽ കൊണ്ട് ഞാൻ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. ഞാൻ ഇനി പെയിൻറ്റ് കൊണ്ട് കൂടും ഔട്ട്ലൈൻ വരയ്ക്കണം. നിങ്ങൾ അതുപോലെ ഫസ്റ്റ് പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചിട്ട് പെയിൻറ്റ് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോയുടെ അവസാനം ഫോട്ടോ തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ വരെ കാണണം. എൻ്റെ കയ്യിൽ മൊത്തം പെയിൻ്റ് ആണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണ്ട. പെയിൻറ്റ് ഉണങ്ങിയിട്ട് വരച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കയ്യിലൊക്കെ പെയിൻ്റ് ആവും. നമ്മൾ ടേബിളിൻ്റെ മുകളിലായാലും നിലത്ത് ഇരിക്കുകയാണെങ്കിലും ന്യൂസ് പേപ്പർ അടിയിൽ വിരിച്ചിട്ട് പെയിൻറ്റൊക്കെ വെച്ചാൽ മതി. കാരണം നമ്മൾ ബോട്ടിലായിട്ട് ചെയ്യുമ്പോൾ പെയിൻറ്റ് നല്ലോണം നിലത്താവാനും ടേബിളിൻ്റെ മുകളിലാവാനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് ന്യൂസ് പേപ്പർ വിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷികളുടെ കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് കൊടുക്കാം. ഞാനിവിടെ റോസും ലൈറ്റ് റോസും കോമ്പിനേഷനായിട്ടാണ് കൊടുക്കുന്നത്.
ബീക്കിന് യെല്ലോ കളറാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ബ്രൗൺ കളർ എടുക്കുക. ട്രീയുടെ ചില്ലകൾക്ക് ബ്രാഞ്ചസിന് ബ്രൗൺ കളർ കൊടുക്കുക. ഇനി വൈറ്റ് കളർ എടുത്ത് ഇതുപോലെ നല്ല ഭംഗിയിൽ ഡിസൈനാക്കി കൊടുക്കാം. ഈ ഡിസൈനാണ് ഈ ഓരോ പക്ഷികൾക്കും ഭംഗി കൂട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡിസൈൻ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ പക്ഷി വളരെ ബ്യൂട്ടിഫുൾ ആവും. കണ്ടോ, നല്ല ഭംഗിയിലേക്കാണ്. ഇനി ഇതുപോലെ അപ്പുറത്തെ പക്ഷിക്കും നിങ്ങൾക്ക് ഡിസൈൻ വേണമെങ്കിൽ കൂട്ടാം. പക്ഷികളുടെ ഡിസൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില്ലകൾക്കും ഡിസൈൻ കൊടുക്കാം. ഇനി ഇതുപോലെ ഇഷ്ടമുള്ള കളേഴ്സ് വെച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. ഇനി ഫ്ലവേഴ്സിനും ഡിസൈൻസ് വരച്ചു കൊടുക്കാം, അതും വൈറ്റ് പെയിൻറ് വെച്ചിട്ട്. ഇനി ബ്ലാക്ക് കൊണ്ടും വൈറ്റ് കൊണ്ടും ഇതുപോലെ ഓരോരോ സ്ഥലത്ത് കുത്തിട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലത്തെ ബട്ടർഫ്ലൈസ് ആണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനത്തെ എന്തും നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം. എല്ലായിടത്തും ഒട്ടിച്ചെടുക്കണ്ട, ഓരോരോ സൈഡിലായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വരയ്ക്കാനുള്ള പിക്ചർ. ഓക്കെ, അപ്പോൾ എല്ലാവരും വരയ്ക്കണം. അടുത്ത വീഡിയോയിൽ കണ്ടവരെ ബൈ.